സർക്കാർ പിന്തുണയുള്ള ഏറ്റവും ജനപ്രിയമായ സേവിങ്സ് പദ്ധതികളിൽ ഒന്നാണ് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്. ദീർഘകാല റിട്ടേണുകൾക്കായി പണം നിക്ഷേപിക്കുന്നതിന് അനുയോജ്യമാണ് ഈ പദ്ധതി. കുറഞ്ഞ റിസ്ക്, ഉയർന്ന പലിശ, നികുതി സൗഹൃദ സേവിങ്സ് ഓപ്ഷൻ തുടങ്ങിയവയാണ് പദ്ധതിയുടെ ആകർഷണങ്ങൾ. 7.1% നിലവിൽ PPF അക്കൗണ്ടിലെ പലിശ നിരക്ക്. വാർഷികമായി ഇത് കൂട്ടുന്നു. പ്രതിവർഷം കുറഞ്ഞത് 500 രൂപയും പരമാവധി 1.5 ലക്ഷം രൂപയും ഭാഗികമായോ ഒറ്റത്തവണയായോ PPF-ൽ നിക്ഷേപിക്കാം. 1.5 ലക്ഷം രൂപ വരെ നിലവിലുള്ള പലിശ നിരക്കിന് അർഹമായിരിക്കും. എന്നാൽ PPF അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപകന് വേണമെങ്കിൽ കൂടുതൽ തുക നിക്ഷേപിക്കാനും സാധിക്കും. പ്രതിവർഷം 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള തുകയ്ക്ക് പലിശയോ നികുതി ഇളവ് ആനുകൂല്യങ്ങളോ ലഭിക്കില്ല. മറ്റ് ലോണുകളിൽ കുടിശ്ശിക വരുത്തിയാൽ PF തുക അറ്റാച്ച് ചെയ്യാൻ കഴിയില്ല. ഇത് സംബന്ധിച്ച് ഗുജറാത്ത് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അക്കൗണ്ട് ഉടമയുടെ ഏതെങ്കിലും തരത്തിലുള്ള ലോൺ ബാധ്യത അല്ലെങ്കിൽ കടബാധ്യത വീഴ്ചയുമായി ബന്ധപ്പെട്ട് PPF-ൽ സൂക്ഷിച്ചിരിക്കുന്ന തുക അറ്റാച്ച് ചെയ്യരുത് എന്നാണ് കോടതി നിർദ്ദേശമുള്ളത്. PPF അക്കൗണ്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന തുക ഈടായി കാണിച്ച് വായ്പ എടുക്കുന്നതിനും അക്കൗണ്ട് ഉടമയ്ക്ക് കഴിയും. PF-ൽ നിക്ഷേപിച്ചിരിക്കുന്ന തുകയുടെ 25% ഇത്തരത്തിൽ ലോണായി എടുക്കാൻ സാധിക്കുക. PPF അക്കൗണ്ട് ആരംഭിച്ച് 7 വർഷത്തിന് ശേഷം അക്കൗണ്ട് ഉടമകൾക്ക് അവരുടെ ഫണ്ടിന്റെ 1% പിൻവലിക്കാവുന്നതാണ്. പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് സ്കീമിനുള്ള കുറഞ്ഞ നിക്ഷേപ കാലാവധി 15 വർഷമാണ്. തുടർന്ന് അക്കൗണ്ട് ഉടമയ്ക്ക് വേണമെങ്കിൽ നിക്ഷേപം 5 വർഷത്തെ കാലാവധിയിൽ എത്ര വേണമെങ്കിലും നീട്ടാവുന്നതാണ്. PPF നിക്ഷേപ പദ്ധതി സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക.